CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എങ്ങനെയാണ് ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചത്? ഇതിന് പിന്നിൽ എന്ത് കള്ളക്കളിയാണ് നടന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേസിലെ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരാൾക്ക് പോലും ജാമ്യം ലഭിച്ചിരുന്നില്ല. അപ്പോൾ എങ്ങനെ ഇത്രയും ഗൗരവതരമായ കേസിൽ ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചു എന്നത് സംശയാസ്പദം തന്നെയാണ്. അവിടെയാണ് പ്രോസിക്യൂട്ടറുടെ കള്ളക്കളി പുറത്തു വന്നിരിക്കുന്നത്. പ്രതിയുടെ ജാമ്യത്തെ എതിർത്തുള്ള പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി കോടതിയിൽ വാദിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന പ്രോസിക്യൂട്ടറുടെ വാദമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിലേക്ക് നയിച്ചത്. ഇത് പോലീസിനെയും EDയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവം വിവാദമായതോടെ പോലീസിനെ പഴിചാരുകയാണ് ഗീനാകുമാരി ചെയ്തത്. കേസിലെ നിലപാട് പോലീസ് തന്നോട് സംസാരിച്ചിരുന്നില്ലെന്നും അവസാന നിമിഷമാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ എത്തിയതെന്നുമാണ് വാദം. എന്നാൽ ഇത് കള്ളമെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ മാസം 18-ന് തന്നെ ജാമ്യത്തെ എതിർത്ത് പ്രോസിക്യൂട്ടർ വഴി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 13 കാരണങ്ങൾ നിരത്തിയാണ് പോലീസ് ജാമ്യത്തെ എതിർത്തത്. എന്നാൽ ജാമ്യ ഹർജിയിൽ വാദം കേട്ട ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരിക്കൽ പോലും പ്രോസിക്യൂട്ടർ ബന്ധപ്പെട്ടില്ല. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നത് എന്നാണെന്ന് പോലും പോലീസിനെ അറിയിച്ചില്ല. എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിലൂടെ വമ്പൻ ഗൂഢാലോചനയുടെ വിവരങ്ങളാണ് വെളിപ്പെടുന്നത്. തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ ED കടുത്ത അതൃപ്തിയിലാണ്. പിന്നാലെ അസാധാരണ നീക്കമാണ് ED ഇപ്പോൾ കേസിൽ നടത്തിയിരിക്കുന്നത്. പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED നേരിട്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ നിലപാട് സംശയാസ്പദമാണ്. ജാമ്യം കേസിനെ പ്രതികൂലമായി ബാധിക്കും. പോലീസിന്റെ താൽപര്യത്തിന് വിരുദ്ധമായാണ് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി വാദിച്ചത്. ഇത് പൊതു താൽപര്യത്തിനും വിരുദ്ധമാണ്. അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. EDയുടെ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക. സംഭവം സംസ്ഥാന സർക്കാരിനും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുമ്പോഴായിരുന്നു CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. കേസിലെ ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നിൽ പ്രോസിക്യൂട്ടറുടെ പങ്ക് സംശയനിഴലിലാണ്. വിവാദമായതോടെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആസഫ് അലി വിഷയത്തിൽ ഇടപെട്ടു. മുഴുവൻ രേഖകളുമായി തിങ്കളാഴ്ച കൊച്ചിയിലെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർമാർ സാധാരണ സർക്കാരിന്റെ നിലപാടുകളാണ് കോടതിയിൽ ഉന്നയിക്കുക. ഇവിടെ പ്രതിക്ക് അനുകൂലമായ നിലപാട് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത് UDFനെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം പ്രോസിക്യൂട്ടർ നിയമനങ്ങളെല്ലാം ഇതിനോടകം വൻ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ DG വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്.